തെളിവുകളുമായിട്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ഈ സംഭവം തന്നെ ഇന്ന് നമ്മുടെ ഈ പൊന്നൂസ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഒരു ലേഡി ആണെങ്കിൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എന്താണ് ആ ഒരു മെസ്സേജ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. പഴയ സ്ഥലത്ത് പോയിരിക്കും. അപ്പം ഈ ഗൂഗിൾ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിന്റെ 2 സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇങ്ങോട്ട് വായിക്കുക. കുറച്ച് രസമാണ്. കാണിച്ചു തരാം. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. എന്തോ മിന്നായം പോലെ ഞാൻ കണ്ടു. 2-3 ടൈംസ് ഇപ്പൊ തന്നെ ഞാൻ നോക്കി. അപ്പൊ എന്തോ ഒരു വോയിസ് അയച്ചേക്കുന്നത്, അത് നമുക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. ബട്ട് ഞാൻ അന്ന് കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായില്ലല്ലോ. എന്ത് നീ വല്ലതും ചെയ്താ ഓടാമൈ ... അത് ആ ഡ്രസ്സിന്റെ ആണ്. എന്നാലേ ഞാൻ കരുതി ഒന്നുമില്ലെന്ന്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ മനസ്സിലായി, നല്ലോണം ഉണ്ട് ചേട്ടാ. ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അവര് ഇപ്പൊ പൊന്നൂസ് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. കാണിച്ചു തരാടാ. എന്ത് കാണാൻ എല്ലാരും കണ്ടില്ലേ? ഓക്കെ, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിച്ചു. പിന്നെ അതെല്ലാം സോൾവ് ആക്കിയിട്ട് മുന്നോട്ട് പോകാന്ന് ചിന്തിക്കാൻ അപ്പുറത്തേക്ക് വീണ്ടും ഈ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനം, അതും ഒരു പ്രൈവറ്റ് ചാറ്റ് ആണ് എടുത്ത് ഇതുപോലെ എക്സ്പോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവരുടെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, ഇനി നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുകയാണോ ചെയ്യുന്നത്? പിന്നെ ഇത് നാട്ടുകാരുടെ മുന്നിൽ എന്ത് കാര്യത്തിനാണിത്? ഓക്കെ, അവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകളെ